ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഷെയർ ആൻഡ് കെയർ എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു ലെസണാണ്. ദി സ്കൂൾ ഫോർ സിംപതി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൻ്റെ പേര്. സിംപതി എന്ന വേർഡിൻ്റെ മീനിങ് സഹതാപം അല്ലെങ്കിൽ സഹാനുഭൂതി എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ ഈ ഒരു ലെസൻ്റെ ടൈറ്റിൽ എന്താണ്? ദ സ്കൂൾ ഫോർ സിംപതി അല്ലേ. അപ്പോൾ സഹതാപം അല്ലെങ്കിൽ സഹാനുഭൂതി അതെന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ, അതിൻ്റെ കാര്യമാണ് നമുക്ക് ഈ ഒരു ലെസണിലൂടെ പഠിക്കാനുള്ളത്. സാധാരണ നമ്മളെ സ്കൂളിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുക? വ്യത്യസ്ത തരത്തിലുള്ള സബ്ജക്ട്സ് ആണ് അല്ലേ. മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെന്താണ് സോഷ്യൽ സ്റ്റഡീസ്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? സിംപതി അല്ലെങ്കിൽ സഹാനുഭൂതിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൻ്റെ കാര്യമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ദ സ്കൂൾ ഫോർ എംപതി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ലെസൺ എഴുതിയിട്ടുള്ളത് എഡ്വാർഡ് വെറൽ ലൂക്കാസ് ആണ്. EV ലൂക്കാസ് എന്ന് ഷോർട്ടായിട്ട് പറയും. 1868 അദ്ദേഹം ജനിക്കുന്നത്. 1938 മരണപ്പെടുകയും ചെയ്തു. വാസ് എ ഫേമസ് ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ്, എസ്സേയിസ്റ്റ്, പ്ലേ റൈറ്റ്, ബയോഗ്രാഫർ, ഫിലോസഫർ, പോയറ്റ്, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് എഡിറ്റർ. അപ്പോൾ ഇത്രയും നിരകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ബോൺ ഇൻ ലണ്ടൻ, ജനിക്കുന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. Lucas began to work as an apprentice to a bookseller at the age of 16. അദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിൽ ഒരു ബുക്ക് സെല്ലറിൻ്റെ, അതായത് ഒരു പുസ്തക വിൽപ്പനക്കാരൻ്റെ അപ്രൻറ്റീസായിട്ട് അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങി, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. He was a prolific writer, most celebrated for his short essays, but he also produced verses, novels and plays. അദ്ദേഹം ഒരു സമർത്ഥനായ എഴുത്തുകാരനായിരുന്നു. ചെറു ഉപന്യാസങ്ങൾ, അതായത് ഷോർട്ട് എസ്സേയ്സ്, അതിനാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. പക്ഷേ he also produces verses, novels and plays. അദ്ദേഹം വേഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കവിതകൾ അല്ലേ. കവിതകളും നോവലുകളും പ്ലേസ്, അതായത് നാടകങ്ങളും രചിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ എന്നാണ് പറയുന്നത്. തുടങ്ങുന്നതിന് മുൻപായിട്ട് കൊടുത്തിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് നോക്കാം. സ്കൂൾസ് ആർ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് where we acquire knowledge and share our experiences. എന്താ പറയുന്നത്? സ്കൂൾ, വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ആർ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ്, പഠന കേന്ദ്രങ്ങളാണ്. where we acquire knowledge, acquire എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പാദിക്കുക, ആർജിക്കുക, നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? we acquire knowledge, നമ്മൾ അറിവ് സമ്പാദിക്കുന്നത്. and share our experiences, അത് മാത്രമല്ല നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസസ്, നമ്മളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് പഠന കേന്ദ്രങ്ങളാണ്, അവിടെ നിന്നാണ് നമ്മൾ അറിവ് നേടിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. Let's visit a school and find out how students learn and share their experiences. അപ്പോൾ എന്താണ്? നമുക്കൊരു സ്കൂൾ വിസിറ്റ് ചെയ്യാം, ഈ ഒരു ലെസണിലൂടെയാണ് കേട്ടോ. പിന്നെ എന്താണ്? ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ സ്റ്റുഡൻസ് ലേൺ ആൻഡ് ഷെയർ ദെയർ എക്സ്പീരിയൻസസ്. അതായത് കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അതേപോലെ അവർ എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് ലെസണിലേക്ക് വരാം. I had heard a lot about Miss Beam's school, but I did not get the chance to visit it till last week. എന്താ പറയുന്നത്? I had heard a lot about Miss Beam's school. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, മിസ് ബീംസിൻ്റെ സ്കൂളിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ I did not get the chance to visit it till last week. അവസാന വീക്ക് വരെ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ്, ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് വീക്കിൽ അവിടെ വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള മീനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. When I arrived at the school, I saw a girl of about 12 with her eyes covered with a bandage being led carefully between the flower beds by a little boy of 8. എന്താ പറയുന്നത്? When I arrived at the school, ഞാൻ ആ ഒരു സ്കൂളിൽ എത്തിച്ചേർന്ന സമയത്ത്, arrived മീൻസ് എത്തിച്ചേർന്നു എന്നുള്ളതാണ് കേട്ടോ. I saw a girl of about 12, ഒരു ഏകദേശം ഒരു 12 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടീനെ ഞാൻ കണ്ടു. വിത്ത് ഹർ ഐസ് കവേർഡ് വിത്ത് എ ബാൻഡേജ്, അവളുടെ കണ്ണുകൾ ഒരു ബാൻഡേജ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാൻഡേജ് വെച്ച് കണ്ണുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. ബീങ് ലെഡ് കെയർഫുള്ളി ബിറ്റ്വീൻ ദ ഫ്ലവർ ബഡ്സ് ബൈ എ ലിറ്റിൽ ബോയ് ഓഫ് 8. ഒരു 8 വയസ്സ് പ്രായം വരുന്ന ഒരു ആൺകുട്ടി ഈ ഒരു കണ്ണ് കെട്ടിയിട്ടുള്ള 12 വയസ്സ് പ്രായം വരുന്ന ആ ഒരു പെൺകുട്ടീനെ, ഫ്ലവർ ബെഡ്സ് എന്ന് പറഞ്ഞാൽ സ്കൂളല്ലേ, അപ്പം 2 സൈഡിലായിട്ട് ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഈ കുട്ടീനെ കെയർഫുള്ളായിട്ട് ആ ഒരു 8 വയസ്സായ ആൺകുട്ടി കൊണ്ടുപോവുകയാണ്. ഓക്കെ, അതാണ് ഞാൻ വന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച.
She stopped and asked who it was that had come in and he seemed to be describing me to her. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് നമ്മളുടെ സ്പീക്കറിൻ്റെ സാമീപ്യം മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു കുട്ടി നടക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ചോദിക്കുകയാണ് ഹൂ ഇറ്റ് വാസ് ദാറ്റ് ഹാഡ് കം ഇൻ, ആരാണ് വന്നത് എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ഹീ സീംഡ് ടു ബി ഡിസ്ക്രൈബിങ് മീ ടു ഹർ. ആ ഒരു പെൺകുട്ടീനെ ലീഡ് ചെയ്യുന്ന 8 വയസ്സുള്ള ആ ഒരു ആൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഈ വന്ന ആളെക്കുറിച്ച്, നമ്മളുടെ സ്പീക്കറിനെ കുറിച്ച് ഈ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു സ്ട്രേഞ്ചറാണ് കേട്ടോ, ഇവർക്ക് അറിയില്ല. അപ്പം ആരാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ദേ പാസ്ഡ് ഓൺ. അതിനുശേഷം അവരെന്ത് ചെയ്തു, അവരങ്ങ് കടന്നുപോയി. മിസ് ബീം വാസ് ഓൾ ദാറ്റ് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. മിസ് ബീം എങ്ങനെയായിരുന്നു? ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത് നോക്കാം. മിഡിൽ ഏജ്ഡ്, ഒരു മധ്യവയസ്കയാണ്. അതേപോലെ അതോറിറ്റേറ്റീവ്, കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായി അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ അധികാരമുള്ള ആളാണ് അല്ലേ. പിന്നെ എന്താണ്, കൈൻഡ്, നല്ല ദയുള്ള ആളാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അത് മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ പറ്റുന്ന കൂടി ഒരു വ്യക്തിയാണ്. ഹർ ഹെയർ വാസ് ബിഗിനിങ് ടു ടേൺ ഗ്രേ. അവരുടെ ഹെയർ, മുടി എന്തായിട്ടുണ്ട്, ബിഗിനിങ് ടു ടേൺ ഗ്രേ, നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹർ റൗണ്ട് ഫിഗർ വാസ് ലൈക്ലി ടു ബി കംഫർട്ടിങ് ടു എ ഹോം സിക്ക് ചൈൽഡ്. ഹോം സിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വീട് വിട്ട് മാറി നിൽക്കുകയാണ്, ബോർഡിംഗ് സ്കൂളിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് വർക്കിന് പോവുകയാണ്. അപ്പം വീട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം, വേറെ സ്ഥലത്ത് മാറി താമസിക്കണം, അങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് ഒരു ഗൃഹാതുരത്വം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് വരും. അതായത് നമുക്ക് വീട്ടിലേക്ക് പോകണം, വീടിനെ മിസ് ചെയ്യും. അതാണ് ഇവിടെ ഹോം സിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു സ്കൂളിൽ കുട്ടികൾ അവിടെ തന്നെ നിന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഹോം സിക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, വീടിനെ മിസ് ചെയ്യുന്ന, അപ്പം ആ ഒരു സങ്കടം ഇങ്ങനെ എപ്പോഴും അലട്ടുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് ആശ്വസിപ്പിച്ച് ഒരു കംഫർട്ട് സോണിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ളൊരു റൗണ്ട് ഫിഗറാണ് ഈ ഒരു സ്ത്രീക്കുള്ളത്. We chatted for a while and when I asked her some questions about her teaching methods which I had heard were simple. ഇവിടെ വി ചാറ്റഡ് ഫോർ എ വൈൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ വി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നെറേറ്ററിനെയും അതേപോലെ ആരെയാണ്, മിസ് ബീമിനെയാണ്. അപ്പോൾ മിസ് ബീമും നമ്മളുടെ നെറേറ്ററും കൂടെ കുറച്ച് സമയം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ ആസ്ക്ഡ് ഹർ സം ക്വസ്റ്റ്യൻസ്. ആ നെറേറ്റർ മിസ് ബീമിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്തിനെക്കുറിച്ചാണ്? എബൌട്ട് ഹർ ടീച്ചിങ് മെത്തേഡ്, അവരുടെ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചിട്ടാണ്, പഠന രീതിയെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. വിച്ച് ഐ ഹാഡ് ഹേർഡ് വർ സിമ്പിൾ. ഈ നെറേറ്റർ കേട്ടിട്ടുണ്ട് ഇവരുടെ എന്താണ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പം മിസ് ബീം എന്താണ് ഉത്തരം പറയുന്നത്? ഷീ സെറ്റ്, അവർ പറയുന്നത് എന്താണ് നോക്കാം. വി ടീച്ച് ഓൺലി ദോസ് തിങ്സ് ദാറ്റ് ആർ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ടു പ്യൂപ്പിൾസ്. പ്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എന്നാണ് അർത്ഥം. ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് വി ടീച്ച് ഓൺലി ദോസ് തിങ്സ് ദാറ്റ് ആർ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ. കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും അതേപോലെ സിമ്പിൾ ആയിട്ടുമുള്ള കാര്യങ്ങളാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എന്നാണ് കേട്ടോ മീനിങ് വരുന്നത്. സ്പെല്ലിംഗ്, ആഡിങ്, സബ്സ്ട്രാക്റ്റിംഗ്, മൾട്ടിപ്ലൈയിങ്, റൈറ്റിംഗ് എക്സെട്ര. അപ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? സ്പെല്ലിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ആഡിങ് കൂട്ടാൻ പഠിപ്പിക്കുന്നുണ്ട്, സബ്സ്ട്രാക്റ്റിംഗ് കുറയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, മൾട്ടിപ്ലൈയിങ് എന്താണ് ഗുണിക്കാനും പഠിപ്പിക്കുന്നുണ്ട്, റൈറ്റിംഗ് എക്സെട്ര എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, ഭാവിയിൽ ഉപകാരപ്രദമായിട്ടുള്ള, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. The rest is done by reading to them and giving them interesting tasks. അപ്പോൾ എന്താണ് മൾട്ടിപ്ലൈയിങ്, സബ്സ്ട്രാക്റ്റിംഗ്, ആഡിങ്, റൈറ്റിംഗ്, സ്പെല്ലിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഡയറക്റ്റ് പഠിപ്പിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കുകയും അതേപോലെ ഗിവിങ് ദം ഇൻട്രസ്റ്റിംഗ് ടാസ്ക്, പലതരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുത്തുമൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ദർ ആർ പ്രാക്ടിക്കലി നോ അതർ ലെസൺസ്. ഇവിടെ വേറെ ലെസൺസ് ഒന്നും പഠിപ്പിക്കുന്നില്ല, സബ്ജക്ട്സ് ഒന്നും പഠിപ്പിക്കുന്നില്ല പ്രാക്ടിക്കലി എന്നാണ് പറയുന്നത്. I have heard so much, I said, about the originality of your system. അപ്പം നെറേറ്റർ പറയാണ്, ഞാൻ നിങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അബൌട്ട് ദ ഒറിജിനാലിറ്റി ഓഫ് യുവർ സിസ്റ്റം, നിങ്ങളുടെ ഒരു സിസ്റ്റത്തിൻ്റെ എന്താണ് അപൂർവതയെക്കുറിച്ച്, അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഒറിജിനാലിറ്റീനെ കുറിച്ച്. മിസ് ബീം സ്മൈൽഡ്. അപ്പം മിസ് ബീം എന്ത് ചെയ്തു? പുഞ്ചിരിച്ചു. യെസ് ഷീ സെറ്റ്. അവർ പറയാണ് യെസ്, അതെ, ഐ ആം കമ്മിങ് ടു ദാറ്റ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ അവരെന്താ പറയുന്നത് നോക്കാം. ദ റിയൽ എയിം ഓഫ് ദ സ്കൂൾ ഇസ് നോട്ട് ടു ടീച്ച്
തോട്ട് ബട്ട് തോട്ട്ഫുൾനെസ്. ഈ ഒരു സ്കൂളിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, റിയൽ എയിം എന്ന് പറയുന്നത് എന്താണ്? ഇസ് നോട്ട് ടു ടീച്ച് തോട്ട്, ചിന്ത എന്താണെന്ന് പഠിപ്പിക്കുകയല്ല, ബട്ട് തോട്ട്ഫുൾനെസ്, ചിന്താശേഷി അല്ലെങ്കിൽ ചിന്താശക്തി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ സ്വയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അല്ലേ, തോട്ട്ഫുൾനെസ് ഉണ്ടാവുന്ന സമയത്ത്, ചിന്താശക്തി ഉണ്ടാവുന്ന സമയത്ത്. പിന്നെന്താണ്? ഹ്യൂമാനിറ്റി, മാനവികതയെക്കുറിച്ച് പഠിപ്പിക്കും. കൈൻഡ്നെസ്, ദയ. പിന്നെ സിറ്റിസൺഷിപ്പ്, പൗരത്വം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ഇവിടെ പഠിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. That is the ideal I have always had, and happily there are parents good enough to trust me to try and put it into practice. അപ്പോൾ അത്തരത്തിലുള്ള മാതൃകാപരമായ കാര്യങ്ങളാണ് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല എന്താണ്, ആൻഡ് ഹാപ്പിലി ദർ ആർ പാരൻസ് ഗുഡ് ഇനഫ് ടു ട്രസ്റ്റ് മീ ടു ട്രൈ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്. കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ കുട്ടികൾ മാത്രം സഹകരിച്ചാൽ പോരാ അല്ലേ, പാരൻസ് കൂടി സഹകരിക്കണം. പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ മിസ് ബീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അത് മാത്രമല്ല പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്, ഇതൊരു പ്രാക്ടിക്കലായിട്ട് നടത്താൻ വേണ്ടി പാരൻസിൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ എ മിനിറ്റ്, വിൽ യു? പുറത്തേക്ക് ഒരു മിനിറ്റ് ഒന്ന് ജനലിലൂടെ നോക്കാനാണ് പറയുന്നത്. വിൽ യു? നിങ്ങൾക്ക് കഴിയില്ലെന്ന് ചോദിക്കുകയാണ്. ഐ വെൻറ്റ് ടു ദ വിൻഡോ വിച്ച് ലുക്ക്ഡ് ഔട്ട് ഓൺ എ ലാർജ് ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട് അറ്റ് ദ ബാക്ക്. അപ്പോൾ നമ്മളുടെ നറേറ്റർ ആ ഒരു വിൻഡോയുടെ അരികിലേക്ക് പോയി, എന്നിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത്? ഒരു ലാർജ് ഗാർഡൻ, ഒരു വലിയ ഗാർഡൻ കാണുന്നുണ്ട്. പിന്നെ എന്താണ്? പ്ലേ ഗ്രൗണ്ട് കാണുന്നുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട്, ഈ ഒരു ഗാർഡൻ്റെ ബാക്കിലായിട്ട്. വാട്ട് ഡു യു സീ? മിസ് ബീം ആസ്റ്റ്. അപ്പോൾ മിസ് ബീം നറേറ്ററോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് കാണുന്നത്? ഐ സീ സം വെരി ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട്സ് ഐ സെറ്റ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താണ്, ഞാൻ വളരെ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രൗണ്ട്സ് കാണുന്നുണ്ട്. ആൻഡ് എ ലോട്ട് ഓഫ് ജോളി ചിൽഡ്രൻ. ജോളി ചിൽഡ്രൻ മീൻസ് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളെയും കാണുന്നുണ്ട്. ബട്ട് വാട്ട് സർപ്രൈസസ് മീ ആൻഡ് പെയിൻസ് മീ ടു ഇസ് ദാറ്റ് ദേ ആർ നോട്ട് അറ്റ് ഓൾ ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. പക്ഷേ എന്നെ സർപ്രൈസ് ആക്കിയത്, എന്നെ അത്ഭുതപ്പെടുത്തിയതും അതിലുപരി എന്നെ എന്താണ് വേദനിപ്പിച്ചതുമായ കാര്യം എന്ന് പറയുന്നത് ഈസ് ദാറ്റ് ദേ ആർ നോട്ട് അറ്റ് ഓൾ ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. അവർ ആരും, ഈ കുട്ടികൾ ആരും തന്നെ ഹെൽത്തിയുമല്ല ആക്റ്റീവുമല്ല. പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ആരോഗ്യവതികളായിട്ടുള്ളവരോ അല്ല, അതേപോലെ ആക്റ്റീവും അല്ല എന്നാണ് പറയുന്നത്. ആസ് ഐ കെയിം ഇൻ ഐ സോ വൺ പുവർ ലിറ്റിൽ തിങ് ബീയിങ് ലെഡ് അബൌട്ട് ബിക്കോസ് ഓഫ് സം ട്രബിൾ വിത്ത് ഹർ ഐസ്. റൈറ്റർ ഈ ഒരു സ്കൂളിലേക്ക് കയറി വന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് പറയുന്നത്. ആസ് ഐ കെയിം ഇൻ ഐ സോ വൺ പുവർ ലിറ്റിൽ തിങ്. ഇവിടെ പുവർ ലിറ്റിൽ തിങ് എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടീനെയാണ്. എന്താണ് കണ്ടത്? ഒരു പെൺകുട്ടി അവളുടെ കണ്ണുകൾ ബാൻഡേജ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ആൺകുട്ടി, 8 വയസ്സായ ഒരു ആൺകുട്ടി ആ കുട്ടീനെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അതാണ് കണ്ടത്. അപ്പം ഇവിടെ പറയുകയാണ്, ഞാൻ കയറി വന്ന സമയത്ത് ഐ സോ വൺ പുവർ ലിറ്റിൽ തിങ്, അതായത് ഒരു പാവം പെൺകുട്ടീനെ കണ്ടു. ബീയിങ് ലെഡ് അബൌട്ട് ബിക്കോസ് ഓഫ് സം ട്രബിൾ വിത്ത് ഹർ ഐസ്. അവളുടെ കണ്ണുകൾക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഒരു പക്ഷേ ബ്ലൈൻഡ് ആയിരിക്കാം. എന്തായാലും അത് അവളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ആരാണ് മുന്നോട്ട് ലീഡ് ചെയ്തത്? ആ ഒരു ആൺകുട്ടിയാണ്. നമുക്കത് ഫസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നൗ ഐ ക്യാൻ സീ 2 more ഇൻ ദ സെയിം കണ്ടീഷൻ. ഇപ്പം എനിക്ക് അത്തരത്തിലുള്ള കണ്ടീഷനിലുള്ള 2 കുട്ടികളെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. വൈൽ ദർ ഈസ് എ ഗേൾ വിത്ത് എ ക്രച്ച് ജസ്റ്റ് അണ്ടർ ദ വിൻഡോ വാച്ചിങ് ദ അതേഴ്സ് അറ്റ് പ്ലേ. ക്രച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊന്നുവടിയാണ്. അപ്പോൾ ഊന്നുവടിയുള്ള ഒരു പെൺകുട്ടി അവൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് അണ്ടർ ദ വിൻഡോയുടെ ജസ്റ്റ് താഴെയായിട്ട് എന്താണ് മറ്റുള്ള കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ക്രച്ച്, ഊന്നുവടി ഉണ്ടാവുക ആർക്കാണ്? വികലാംഗരായിട്ടുള്ള ആളുകൾക്കാണ് അല്ലേ. ഷീ സീംസ് ടു ബി എ ഹോപ്പ്ലെസ് ക്രിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികലാംഗൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുട്ടി എന്താണ്? ഹോപ്പ്ലെസ് ആണ്, പ്രതീക്ഷയറ്റ ഒരു പെൺകുട്ടിയാണ്. കാരണം പൂർണ്ണമായ ആരോഗ്യമില്ല, അതുകൊണ്ട് തന്നെ പ്രതീക്ഷയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ആ കുട്ടിയെ കാണുന്നത്. മിസ് ബീം ലാഫ്റ്റ്. ഇതൊക്കെ കേട്ടിട്ട് എന്താണ്? മിസ് ബീം പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നെറേറ്ററിന് സങ്കടം വരുന്നു എന്ന് പറയുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? മിസ് ബീം പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അറിയാം. ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.